മഷ്റൂം കൃഷിയാണ് ചെയ്യുന്നത്. 12 വർഷം 13 വർഷത്തോളമായി മഷ്റൂം കൃഷിയിലോട്ട് വന്നത്. അപ്പോൾ നമ്മൾ അന്ന് വൈക്കോലിലാണ് തന്നത്. അന്ന് ഞാൻ വൈക്കോലിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് പിന്നീട് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ടായിരുന്നു. 2000 ബെഡിൽ ഒരു 1800 ബെഡൊക്കെ നഷ്ടമായി പോയിട്ടുണ്ട്. എന്നാലും ഞാൻ ഇതിൽ നിന്നും പിന്നോട്ട് പോയില്ല. ഇത് 1 കിലോ പെല്ലറ്റാണ്. ഈ പെല്ലറ്റിലേക്ക് നല്ല തിളച്ച വെള്ളം, 1 ലിറ്റർ തിളപ്പിച്ച വെള്ളമാണ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 12 വർഷം കൊണ്ട് ഞാൻ സക്സസ് ആണ് കൂൺ കൃഷിയിൽ. അന്ന് കൂൺ കൃഷി അങ്ങനെ ആരംഭം ഇടുന്നതേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് എങ്ങനെയാണ് ഇതിന്റെ മെത്തേഡ് എന്നൊന്നും മനസ്സിലായില്ല. എൻ്റെ സ്വന്തം ഐഡിയയിൽ ഞാൻ വൈക്കോല് മേടിച്ചുകൊണ്ട് വന്നു, അത് പുഴുങ്ങി. പക്ഷെ ഞാൻ കൂണെടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഒന്ന് ചുരുണ്ടിരിക്കും, കൂൺ ശരിക്കും വിരിയുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കൈ ഒന്ന് ഇത് ഡെറ്റോൾ ഒഴിച്ച് കഴിവണമെന്ന് അനുഭവത്താക്കണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. വീട്ടിലെ ജോലിയുടെ ഇടയ്ക്കായിരിക്കില്ല അത് പോയി ചെയ്യുന്നത്. ആ ട്രെയിനിങ്ങിന് പങ്കെടുത്തു. അപ്പോഴാണ് കൂൺ കൃഷി ചെയ്യുന്നതിൽ ഞാൻ സക്സസ് ആണ്. പക്ഷെ അതിൽ ശരിയായി വരണമെങ്കിൽ ട്രെയിനിങ് കിട്ടിയെങ്കിലേ ഏറ്റത്തോളം മനസ്സിലായത്. ഫസ്റ്റ് സ്റ്റേജാണ്. ഇന്ന് വന്നേക്കുന്ന മുട്ടാണ്. ഈ ചെറിയ ബെഡെല്ലാം ഞാൻ ചകിരിച്ചോറ് ചെയ്തതാണ്. ഈ വലിയ ബെഡെല്ലാം പെല്ലറ്റിനകത്ത് ചെയ്തതാണ്. ഇത് 6 മാസം നിൽക്കും. ഈ ചകിരിച്ചോറിൽ ഒരു 3 മാസം. അപ്പം ഞാനൊരു 5 പ്രാവശ്യം അങ്ങനെ എടുത്തിട്ട് വെച്ചേക്കുന്ന ബെഡാണ്. അത് മുട്ട വരുവാണ്. ഇത് 2-3 വട്ടത്തെ ഹാർവസ്റ്റിംഗ് കഴിഞ്ഞ ബെഡാണ്. ഇത് മാറ്റാറായ ബെഡാണ്. ഇത് 3 സ്റ്റേജും ഉണ്ട്. ഈ കളർ വ്യത്യാസം വരുന്നത് ഒരു പ്രാവശ്യം നമ്മൾ വെള്ളം കുറയുമ്പോഴാണ് ഈ കളർ വ്യത്യാസം വരുന്നത്, ചൂടാകുമ്പോഴത്തേക്കും. ഇതേ ഒരു ബെഡിൽ നിന്ന് നമുക്ക് 350 ഗ്രാം കൂൺ കിട്ടും ആദ്യത്തെ പ്രാവശ്യം. രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ നമുക്കൊരു 200. ഏറ്റവും വേണ്ടുന്ന ക്ഷമയാണ് കൂൺ കൃഷിയിൽ. ബെഡുകൾ കറുത്തു പോവുക. ഒരു പ്രാവശ്യം കൂൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് കൂൺ വരാതാവുക. ആ 5 ബെഡ് ചെയ്തുകൊണ്ടിരുന്നിട്ട് 50 ബെഡ് ആക്കി തുടങ്ങി. കൂൺ കൃഷി എന്ന് പറയുന്ന സാധനം മറ്റുള്ള കൃഷിയെ പോലെയല്ല. ഇതിനെ ഉപേക്ഷിക്കാതെ ഇതിന്റെ കൂടെ അങ്ങ് നടന്നു. എൻ്റെ ആവശ്യത്തിനും കാണും. 10-350 രൂപയ്ക്ക് വെളിയിൽ കൊടുക്കാനും ദിവസം ആയി തുടങ്ങി. കൂൺ കൃഷിയുടെ ട്രെയിനിങ് എവിടെ കൊടുത്താലും ഞാൻ അറിയുമെങ്കിൽ ഞാൻ അപ്പോഴേ പോയിരിക്കും. ഞാൻ പോയി അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. എനിക്ക് വീണ്ടും നമുക്ക് അറിവാണല്ലോ കിട്ടുന്നത്. ഇപ്പം പെല്ലറ്റിൽ ഇറങ്ങിയപ്പോൾ ഞാനാണ് അങ്ങോട്ട് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇപ്പം കൊല്ലം ജില്ലയിൽ ഞാനൊരു 10-17 കൃഷി ഓഫീസിൽ ട്രെയിനിങ് കൊടുക്കാൻ പോകാറുണ്ട്. വിപണനം ഭയങ്കരമായ പ്രതിസന്ധിയായിരുന്നു. അന്നൊക്കെ ഈ മണ്ണിലുണ്ടാവുന്ന കൂണ് കൃഷി ചെയ്തെടുക്കുന്നതിന് അത് കൃഷി ചെയ്താൽ പറ്റുമോ, ഈ കുഞ്ഞിനെ കൃഷി ചെയ്തിട്ട് അത് സക്സസ് ആണോ, അത് ഉള്ളതാണോ, അതോ ചുമ്മാതായിരിക്കും എന്നൊക്കെ പറയാം. ഞാൻ പല പ്രാവശ്യം പലരിടത്തും ഈ കൂണും കൊണ്ട് സമീപിക്കുമ്പം അവർ മേടിച്ച് നോക്കിയിട്ട് ഞങ്ങൾക്ക് വേണ്ട മണ്ണിൽ വിരിയുന്ന കണക്കിനേക്കാളും വെള്ള കളറ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചു തരും. അപ്പം വെളിയിൽ വെച്ചിട്ട് വെയിൽ തട്ടുമ്പോഴോ അല്ലാതൊക്കെ ആകുമ്പോൾ വാടി കഴിയുമ്പോൾ അവർ വീണ്ടും വന്ന് തിരക്കി വീട്ടിൽ വന്നിട്ട് പറയും ഇതേ ഞങ്ങൾക്ക് വേണ്ട ഇതിൻ്റെ കളർ മാറിയിരിക്കുന്നതെന്ന് പറയും. അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട്. മഷ്റൂമിന് ഒരു കാര്യമാണ്, തുടങ്ങിയ നാൾ തൊട്ട് ഇന്ന് ഈ ദിവസം വരെയും 200 ഗ്രാം 100 രൂപയാണ് വില. പിന്നെ വൈക്കോല് കിട്ടാനും ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഞാൻ തമിഴ്നാട് വരെ പോയി വൈക്കോൽ എടുത്തുകൊണ്ട് വരുമായിരുന്നു, എന്നിട്ടും ശരിയാവത്തില്ലായിരുന്നു. എൻ്റെ പേര് താജുനിസ. മഷ്റൂം കൃഷിയാണ് ചെയ്യുന്നത്. ഓൾറെഡി 10-12 വർഷം 13 വർഷത്തോളമായി മഷ്റൂം കൃഷിയിലോട്ട് വന്നത്. ഇത് പെല്ലറ്റ്. നമ്മൾ കണ്ണൂരിൽ നിന്നാണ് ഈ പെല്ലറ്റ് വരുത്തുന്നത്. പെല്ലറ്റ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കന്നാലികൾക്ക് കൊടുക്കുന്ന സൈസ് പെല്ലറ്റ് അല്ല. റബ്ബറിൻ്റെ അറക്കപ്പൊടിയിൽ ഉണ്ടാക്കുന്ന പെല്ലറ്റാണ്. മുമ്പൊക്കെ കച്ചിയിലായിരുന്നു മഷ്റൂം കൃഷി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം വൈക്കോല് കിട്ടുന്ന ബുദ്ധിമുട്ട്, പിന്നെ വരുന്നതെല്ലാം കെമിക്കൽ ചേർന്ന ഇതായതുകൊണ്ട് നമുക്ക് എത്ര അണുവിമുക്തി ആക്കിയാലും അത് ആവത്തില്ല. അതുകൊണ്ട് പെല്ലറ്റാണ് ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ 2000 ബെഡോളം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ബെഡ് കുറവാണ്, ഒരു 700 ബെഡിനകത്തേ ഉള്ളൂ. ചെയ്ത് ബാലൻസ് മാറ്റി വരുന്ന സമയമാണ്. ഇപ്പം ചൂട് സമയമാകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മാറ്റി വരുന്ന സമയമാണ്. ചൂടിനകത്ത് ചിപ്പിക്കൂണായതുകൊണ്ട് ഒരുപാട് ചെയ്ത് ബൾക്കായിട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെതായ ഒരു ചൂടിൻ്റെ ഡിഫറൻസ് കാണിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ചൂട് സമയത്ത് കുറച്ചാണ് ചെയ്യുന്നത്. 1000 ബെഡിനകത്തേ നിർത്തത്തുള്ളൂ. ഇത് വിത്താണ്, മഷ്റൂം വിത്താണ്. ഇത് നമ്മൾ സദാനന്ദപുരം നമ്മുടെ കൊല്ലം ജില്ലയിലെ KVK
KVK എന്ന് പറയും, നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്രം. അവിടെ നിന്നാണ് എനിക്ക് ട്രെയിനിങ് കിട്ടിയത്. അവിടെ ഒരു 2017-18 കാലഘട്ടത്തിൽ ഞാൻ കൊറോണയ്ക്ക് മുമ്പ് അവിടെ കൂൺ കൃഷി പഠിക്കുകയും കൂൺ കൃഷിയെപ്പറ്റി അതിന് മുമ്പേ ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സക്സസ് ആയി വരുന്ന പാടായിരുന്നു. ആ സമയത്താണ് കൂൺ കൃഷിയെപ്പറ്റി അവിടെ KVKയുടെ കീഴിൽ ട്രെയിനിങ് കൊടുക്കുന്നതെന്ന് അറിഞ്ഞത്. അങ്ങനെ ഞാൻ അവിടെ പോയി ഇതിൻ്റെ കൂൺ കൃഷി ചെയ്യേണ്ട രീതികൾ മനസ്സിലാക്കിയതും അതിൻ്റെ അസുഖബാധിതകൾ മാറ്റിയെടുക്കുന്നത് എങ്ങനെയെന്നൊക്കെ ഞാൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ അന്ന് വൈക്കോലിലാണ് തന്നത്. അന്ന് ഞാൻ വൈക്കോലിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് പിന്നീട് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ടായിരുന്നു. 2000 ബെഡിൽ ഒരു 1800 ബെഡൊക്കെ നഷ്ടമായി പോയിട്ടുണ്ട്. എന്നാലും ഞാൻ ഇതിൽ നിന്നും പിന്നോട്ട് പോയില്ല. വീണ്ടും ചകിരിച്ചോറ് ഓരോ സാധനങ്ങളും പരീക്ഷിച്ച് നിൽക്കുമായിരുന്നു. അങ്ങനെയാണ് അത് കഴിഞ്ഞപ്പോഴാണ് 2002 തൊട്ടാണ് പെല്ലറ്റിൻ്റെ പരിപാടി വന്നത്. അപ്പം വിത്തെടുത്തതിന് ശേഷം ഇത് 2ആയിട്ട് ഭാഗം വെച്ചതിന് ശേഷം ഇത് തലേ ദിവസമേ ഈ പെല്ലറ്റ് എടുത്തിട്ട് 1 ലിറ്റർ വെള്ളം തിളപ്പിച്ച് ഇതിനകത്ത് ഒഴിച്ച് അടച്ച് വെച്ചേക്കും. ഇത് 1 കിലോ പെല്ലറ്റാണ്. ഈ പെല്ലറ്റിലേക്ക് നല്ല തിളച്ച വെള്ളം 1 ലിറ്റർ തിളപ്പിച്ച വെള്ളമാണ് ഇതിനകത്തോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1 ലിറ്റർ വെള്ളം തിളപ്പിച്ചത് അതിനകത്ത് ഒഴിച്ചതിന് ശേഷം ഇതിന് നല്ല ചൂടോടെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം ഇങ്ങനെ ഇരിക്കും. നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് മണ്ണ് പോലെ ഫോമായിരിക്കും. പിറ്റേന്ന് രാവിലെ തണുത്തിരിക്കുമ്പോൾ ഈ വിത്തെടുത്ത് ഇതിനകത്ത് ഇട്ടാണ് നമ്മൾ വെക്കുന്നത്. ഇത് മേൽഭാഗം സീൽ ചെയ്ത് ഇരുട്ട് റൂമിൽ കൊണ്ട് വയ്ക്കും. ഇരുട്ട് റൂമിൽ 15 ദിവസം വയ്ക്കും. അങ്ങനെ ഇരുട്ട് റൂമിൽ കൊണ്ടുപോയി സജ്ജീകരിച്ച് വെച്ചേക്കുന്ന ബെഡാണിത്. ഇതിപ്പം 8 ദിവസമായ ബെഡാണ്. ഇതേ രീതിയിലിരിക്കുന്ന ബെഡിന് ഇത് 8 ദിവസമായി. ഈ 8 ദിവസമായി ബെഡിന് ചെറിയ രീതിയിൽ ഇത് മൈസീലിയം പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ മൈസീലിയം പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് 10 ദിവസമായ ബെഡാണ്. ഇത് 8 ദിവസമായി, ഇത് 10 ദിവസമായി. അപ്പോൾ ഈ 15 ദിവസം ഇതേപോലെ നമ്മൾ ഇരുട്ട് ഭാഗത്ത് സജ്ജീകരിച്ച് വെക്കും. അതിനുശേഷം 15-ൻ്റെ അന്നാണ് നമ്മൾ ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് മൊത്തത്തിൽ വെള്ള കളറാവും. ആ വെള്ള കളറാവുന്ന സമയത്ത് ഒന്നാണ്ട് ചെറുതായിട്ട് കീറി വിട്ടിട്ട് നമുക്ക് ഹാർവെസ്റ്റിംഗ് റൂമിലേക്ക് മാറ്റുന്നത്. ഇതിപ്പം 15 ദിവസം കഴിഞ്ഞിട്ട് എടുത്തു വെച്ച ബെഡാണിത്. 15 ദിവസം കഴിഞ്ഞ് ആ ബെഡുകൾ പിന്നെ എടുത്തു വെച്ചേക്കുന്നതാണ്. ഇത് നമ്മൾ കീറി വിട്ടിട്ടുണ്ട്. അണുവിമുക്തമാക്കിയ ബ്ലേഡ് വെച്ച് കീറി വിടുകയാണ്. നമ്മൾ ഹൈജീനിക് ആയിരിക്കണം, എന്നെങ്കിലേ നമുക്ക് കൂൺ കൃഷി ചെയ്യാനും വിജയിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. 15 ദിവസം കഴിയുമ്പോൾ തൊട്ട് ഞാൻ കീറി വിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും. പല രീതിയിൽ മുട്ട് വരും. ഫസ്റ്റ് സ്റ്റേജാണ്. ഇന്ന് വന്നേക്കുന്ന മുട്ടാണ്. 3 ദിവസം കഴിയുമ്പോൾ നമുക്കിത് ഹാർവെസ്റ്റ് ചെയ്യാൻ പരുവത്തിലുള്ള കൂണാണിത് കേട്ടോ. ഇങ്ങനെയാണ് എടുക്കുന്നത്. ഈ വലിയ ബെഡെല്ലാം പെല്ലറ്റിനകത്ത് ചെയ്തേക്കുന്നതാണ്. 15 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ട് കീറി വിട്ട് മുട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റേജ് വരുന്നത്. ഇതേപോലെ വരും. ഇതാണ് മുട്ട് വരാൻ ആരംഭം ഇടുകയാണല്ലോ. അവിടെ മുട്ട് വരാനുള്ള തയ്യാറെടുപ്പാണ്. എന്നിട്ട് വന്നിട്ട് ഇതേപോലെ വരും. അതാണ്ട് അടിഭാഗം ഇത് മുട്ടാണ്. ഇത് ചകിരിച്ചോറിനകത്ത് ചെയ്തതാണ് ഈ ബെഡ്. ഈ ചെറിയ ബെഡെല്ലാം ഞാൻ ചകിരിച്ചോറ് ചെയ്തതാണ്. ഈ വലിയ ബെഡെല്ലാം പെല്ലറ്റിനകത്ത് ചെയ്തതാണ്. നാളെ എടുക്കാൻ തയ്യാറാവും. പെല്ലറ്റിനകത്താകുമ്പോൾ വലിയ ബെഡായിരിക്കും ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേതെന്ന് വെച്ചാൽ ഇതേപോലെ നല്ല വെള്ളയായിരിക്കും, നല്ല കാണാനൊരു ഭംഗിയായിരിക്കും. ഇത് 6 മാസം നിൽക്കും. ഈ ചകിരിച്ചോറിൽ ഒരു 3 മാസം 4 മാസം. ഇത് ചകിരിച്ചോറിൻ്റെയാണ് ഇങ്ങനെ ചെറുതായിട്ടങ്ങ് ചെറിയ ഇതിലാണ്. പക്ഷേ ഇതിനേക്കാളും തൂക്കമായിട്ടാണ് നമ്മൾ ഇടുന്നത്. ഇതിപ്പോൾ ഞാനൊരു 5 പ്രാവശ്യം എടുത്തിട്ട് വെച്ചേക്കുന്ന ബെഡാണ്. ഇതൊക്കെ മാറ്റാറായ ബെഡാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ 15 ദിവസം വെച്ചിട്ട് അതിനെ വീണ്ടും അടുത്തതിനെ എടുത്ത് വെക്കും, പഴയതിനെ മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ മാറ്റാറായ ബെഡാണ് ഇത്. ചകിരിച്ചോറ് ചെയ്ത ബെഡാണ് ഇത്. പക്ഷേ ഇതിനൊക്കെ ഈ മാറ്റാറായെങ്കിൽ ഇതിനൊക്കെ എപ്പോഴും കണ്ടോ കൂൺ വന്നുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഷെഡിന് എപ്പോഴും തണുപ്പാണ് കേട്ടോ. തണുപ്പാണ് ഇതിന് ആവശ്യം. അതുകൊണ്ട് എപ്പോഴും നനച്ചുകൊണ്ടേയിരിക്കും. 4 പ്രാവശ്യം ഇപ്പം ചൂടായതുകൊണ്ട് 4 പ്രാവശ്യം നനയ്ക്കണം. മഴ സമയമാണെങ്കിൽ നമുക്ക് 2 പ്രാവശ്യം നനച്ചു കൊടുത്താൽ മതി. നല്ല മഴ സമയമാണെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ നനച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്ക് എവിടെ പോയാലും നമ്മൾ ആ സമയങ്ങളിൽ ഇവിടെ എത്തിയിരിക്കണം. മുട്ട് വരാൻ തയ്യാറായി നിൽക്കുന്ന ബെഡാണ്. ഇത് 3 മെത്തേഡാണ്. ഇത് വെച്ച് വേണ്ട മുട്ട് വരാൻ തയ്യാറെടുക്കുന്ന ബെഡ്. മുട്ട് വരാനാണ് അത് മുട്ട് വരുവാണ്. ഇത് 2-3 വർഷത്തെ ഹാർവെസ്റ്റിംഗ്
കഴിഞ്ഞ ബെഡാണ്, ഇത് മാറ്റാറായ ബെഡാണ്. ഇത് 3 സ്റ്റേജും ഉണ്ട്. ഇനി അടുത്ത ബെഡ് മൊട്ട് വരാൻ തയ്യാറാവുന്നുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം കഴിഞ്ഞ ബെഡാണിത്. ഈ കളർ വ്യത്യാസം വരുന്നത് ഒരു പ്രാവശ്യം നമ്മൾ വെള്ളം കുറയുമ്പോഴാണ് ഈ കളർ വ്യത്യാസം വരുന്നത്, ചൂടാകുമ്പോഴത്തേക്കും. വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞിട്ടുണ്ട്. ഇതിപ്പം മാറ്റാറായ ബെഡ് ആയതുകൊണ്ട് നമ്മൾ വലിയ ഇത് കൊടുക്കുന്നില്ല. ഇത് ഒരു പ്രാവശ്യം വിളവെടുത്തു, അടുത്ത പ്രാവശ്യത്തേക്ക് വിളവിനുള്ള തയ്യാറെടുപ്പാണ്. മൈസയിൽ മൊത്തത്തിൽ പിടിച്ചിരിക്കുന്നതാണ്. ഇത് പെല്ലറ്റിൽ ചെയ്ത ഇതാണ് ബെഡാണ്. ഇത് അതേ രീതിയാണ്. ഇത് ഇപ്പം ഒരു പ്രാവശ്യം എടുത്തു, ഇത് രണ്ടാമത്തെ, ഇത് 3 പ്രാവശ്യം എടുത്തു, ഇത് മാറ്റാറായി. ഇങ്ങനെ 3 മെത്തേഡാണിത്. ഈ ബെഡ് നമസ്തേ നമ്മൾ ഇവിടെയാണ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ വെക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ ഹാർവെസ്റ്റിംഗ് ആവും. അപ്പോൾ അതിന് അടുത്ത അത് 2 പ്രാവശ്യം ആയി കഴിയുമ്പോൾ നമ്മൾ താഴോട്ടാക്കും. ഈ താഴോട്ടാക്കുന്നത് അടുത്ത ബെഡ് ശരിയാകുമ്പോൾ അത് ഇവിടെ കൊണ്ട് വെച്ചിട്ട് ആ താഴെ ഇരിക്കുന്നതിന് വീണ്ടും താഴെ ആക്കും. അപ്പോൾ ഇവിടെ വെച്ചേക്കുന്ന ബെഡിന് ഇങ്ങോട്ടാക്കും. അപ്പോൾ 3 മെത്തേഡ് ഒരേ ഉറിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒഴിക്കുന്ന വെള്ളം 3ലും ഒരേപോലെ വരും. ഇപ്പോൾ ഇവരൊക്കെ തീരാറായ ആൾക്കാരാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഇത് തീർന്നു. ഇതിന് ഇനിയിപ്പം ഒന്ന് കിട്ടിയാലായി, ഇല്ലെങ്കിലായി എന്നത്തെ ആ ഒരു അവസ്ഥയിലായി. അപ്പം നമ്മൾ മാറ്റും. ഇതേ ഒരു ബെഡിൽ നിന്ന് നമുക്ക് 350 ഗ്രാം കൂൺ കിട്ടും ആദ്യത്തെ പ്രാവശ്യം. രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ നമുക്കൊരു 250, 200 കുറയാതെ കിട്ടും. 3 പ്രാവശ്യം തൊട്ടും ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം പോലെ 300 കിട്ടാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ അത് കുറയാനും സാധ്യതയുണ്ട്. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ പോയാലും 150 ഗ്രാമിൽ കുറയാതെ കിട്ടും. അത് കൊണ്ടുപോയിക്കാൻ 100 ഗ്രാം കാണും. 150 ഇത് കുറയാതെ തന്നെ കൂണ് കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ചകിരിച്ചോറിൽ നമുക്ക് അത്രയും കിട്ടത്തില്ല. എന്നാലും ഒരു കിലോ, ഒരു 3/4 കിലോയോളം ഒരു ബെഡിൽ നിന്ന് നമുക്ക് ചകിരിച്ചോറ് കിട്ടും. പെല്ലറ്റിലാണെങ്കിൽ 1.5 കിലോളം കിട്ടുന്നതുണ്ട്, 1 കിലോളം കിട്ടുന്നതുണ്ട്. ഏറ്റവും കുറഞ്ഞത് 1 കിലോയെങ്കിലും കിട്ടിയിരിക്കും. നമുക്ക് 1 കിലോയുടെ പൈസ ആവുന്നില്ല. നമുക്ക് ബെഡ് തയ്യാറാക്കാൻ ചെയ്ത് നല്ല ക്ഷമയോടെ, ഏറ്റവും വേണ്ടുന്ന ക്ഷമയാണ് കൂൺ കൃഷിയിൽ. ക്ഷമയോടെ പരിപാലിക്കുന്നത് നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ലാഭമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ മാർക്കറ്റിംഗ് ആണ് മഷ്റൂമിൻ്റെ പ്രശ്നം നേരിടുന്നത്. വർഷം കൊണ്ട് ഞാൻ സക്സസ് ആണ് കൂൺ കൃഷിയിൽ. എൻ്റെ കുടുംബമായിട്ട് ഞാൻ കർഷകയാണ്. എൻ്റെ മാതാപിതാക്കൾ കർഷകരാണ്. കുഞ്ഞു പ്രായത്തിൽ കണ്ടു തുടങ്ങിയപ്പം തൊട്ട് ഈ മഷ്റൂം മണ്ണിനകത്ത് മുളയ്ക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് കഴിക്കുമ്പോഴും ടേസ്റ്റിയാണ്, എപ്പോഴും കിട്ടത്തുമില്ലല്ലോ. മഷ്റൂം എന്ന് പറയുന്ന സാധനത്തിനോട് ഒരു ഇഷ്ടം കൂടുതലായിട്ട് വന്നു. ഈ മണ്ണിൽ മുളയ്ക്കുന്നതിനെ പറ്റി പിന്നെ ഇങ്ങനെ കൂൺ കൃഷി ചെയ്തെടുക്കാം എന്നിങ്ങനെ ഒരു അറിവ് ഓരോരുത്തർ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഈ യൂട്യൂബൊക്കെ അന്ന് ഇറങ്ങുന്നതേ ഉള്ളൂ. അന്ന് യൂട്യൂബിലൊക്കെ ഞാൻ ഇങ്ങനെ എനിക്ക് അജയൻ എന്ന് പറഞ്ഞ ഒരു കൊട്ടാരക്കരയുള്ള ആളാണ് കൂൺ കൃഷി എന്ന് പറയുന്ന ഇത് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സമീപിക്കാൻ ഇടയായി വന്നത്. അവിടെ നിന്നാണ് ഞാൻ കൂൺ കൃഷിയുടെ ഒരു ആരംഭം ഇട്ടത്. അത് കറക്റ്റ് 16 വർഷത്തോളം ആവുന്നുണ്ട്. പക്ഷേ അന്ന് കൂൺ കൃഷി അങ്ങനെ ആരംഭം ഇടുന്നതേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡെന്നൊന്നും മനസ്സിലായില്ല. എൻ്റെ സ്വന്തം ഐഡിയയിൽ ഞാൻ വൈക്കോല് മേടിച്ചുകൊണ്ട് വന്നു, അത് പുഴുങ്ങി അതിനെ ബെഡിൻ്റെ രൂപത്തിലൊക്കെ ആക്കി അതിനകത്ത് വിത്തൊക്കെ ഇട്ട് റെഡിയാക്കി ഞാനൊക്കെ കൊണ്ടുവന്ന് വെച്ച് വീട്ടിനകത്തൊക്കെ 2-3 ബെഡേ വെക്കത്തുള്ളായിരുന്നു. വെച്ച് കൂണും വന്നു തുടങ്ങി. പക്ഷേ ഞാൻ കൂണെടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഒന്നിച്ച് ഉരുണ്ടിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ പുഴുവായിരിക്കും. അപ്പോൾ ഇതെന്താണ് കൂൺ ശരിക്കും വിരിയുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്നും രക്ഷയില്ല. അവസാനം ഞാൻ ഒരു പ്രാവശ്യം ഇത് എല്ലാം ആക്കിയിട്ട് ഞാൻ സ്വന്തമായിട്ട് കൈയൊക്കെ, അതിന് മുമ്പ് കൈ എന്തൊക്കെ ഇത് ഡെറ്റോൾ ഒഴിച്ച് കഴിയണമെന്ന് അണുമുക്തമാക്കണമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. വീട്ടിലെ ജോലിയുടെ ഇടയ്ക്കായിരിക്കില്ല അതുപോലെ ചെയ്യുന്നത്. അങ്ങനെ അതിൽ നിന്നുണ്ടായ കണ്ടാമിനേഷൻ ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. മഷ്റൂം കിട്ടുന്നതല്ല എന്ത് ചെയ്തൊക്കെ ചെയ്തിട്ട് ഒരു രക്ഷയില്ല. അവസാനം ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ പിന്നെ കുളിച്ച് വൃത്തിയായിട്ട് രാത്രിയിൽ മാത്രം ഇരുന്ന് ചെയ്ത് നോക്കി. അങ്ങനെ രാത്രി കുളിച്ച് റെഡിയായി കുട്ടികളെ കാര്യങ്ങൾ കഴിഞ്ഞ് ജോലിയൊക്കെ ഒതുക്കിയിട്ട് പിന്നെ വൈകുന്നേരം സന്ധ്യ സമയങ്ങളിലോട്ട് ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ വന്ന കൂണൊക്കെ ചെറുതായിട്ട് നല്ല രീതിയിൽ വരുന്നുണ്ട്. പിന്നെ എനിക്ക് എടുത്ത് ഉപയോഗിക്കുന്ന പരുവത്തിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ അണുവിമുക്തത്തിൽ നിന്നുണ്ടാവേണ്ട പ്രശ്നമാണെന്ന് എനിക്ക് അന്നേരം സ്വന്തമായിട്ട് തോന്നിയതാണ്. അതിലൂടെ ഞാൻ ഒരു 5 ബെഡ് ചെയ്തു നോക്കി. പിന്നെ 5 10 നല്ല കണക്ക് കൂണായി തുടങ്ങി. പക്ഷെ കൂൺ വന്ന് 3 ദിവസം 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് 3 ദിവസം കൊണ്ട് ഞാൻ വിളവായി തീരുന്നത് മനസ്സിലായി. എടുത്ത് ഉപയോഗിച്ചു. പക്ഷെ അത് എത്ര ദിവസം ഇരിക്കുമെന്നോ അതിനെ പറ്റിയൊന്നും എനിക്കൊരു വിവരമില്ലായിരുന്നു. പിന്നീട് കുറേ വീണ്ടും ചെയ്ത് പഠിച്ച് സ്വന്തമായിട്ട് ചെയ്ത് പഠിച്ച് വന്നപ്പോഴത്തേക്കാണ് ഈ ട്രെയിനിങ്ങിനെ പറ്റി അറിയുന്നത്, KVK ട്രെയിനിങ്ങിനെ പറ്റി അറിയുന്നത്. അങ്ങനെ അവിടെ പോയി ആ ട്രെയിനിങ്ങിന് പങ്കെടുത്തു. അപ്പോഴാണ് കൂൺ കൃഷി ചെയ്യുന്നതിൽ ഞാൻ സക്സസ് ആണ്. പക്ഷെ അതിൽ ശരിയായി വരണമെങ്കിൽ ട്രെയിനിങ് കിട്ടിയെങ്കിലേ ഏറ്റത്തോളം മനസ്സിലായത് അന്നേരമാണ്. അപ്പോൾ ഒരു 3 ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു.
അതിന് കൂൺ കൃഷി ചെയ്യുന്ന വിധം, വിത്തുണ്ടാകുന്ന വിധം, പിന്നെ അതിനെ പരിപാലിക്കുന്ന വിധം, അങ്ങനെ അതിൻ്റെ വിളവും കാര്യങ്ങളും എടുക്കുന്ന വിധം, അങ്ങനെ 3 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. 3 ദിവസം ഞാൻ അറ്റൻഡ് ചെയ്തു. അന്ന് എനിക്ക് ഇഷ്ടമായിരുന്നു. കൂൺ കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടത്തോടു കൂടി ചെയ്തപ്പോഴേ നമുക്ക് എങ്ങനെയും ഒരു ഇഷ്ടപ്പെട്ട മേഖല നമുക്ക് തോനെയും കൈകാര്യം ചെയ്യാൻ ആഗ്രഹമാണല്ലോ. അങ്ങനെ അവിടെ വൈക്കോലിലാണ് കാണിച്ചത്. ആ വൈക്കോൽ അതിനകത്ത് കണ്ടാമിനേഷൻ ഉണ്ടാവുക എന്ന് പറയും. ആ കണ്ടാമിനേഷൻ ഉണ്ടാകുന്ന വിധവും ആ രീതികളും മനസ്സിലാക്കുക അവിടെ നിന്നാണ് കഴിഞ്ഞത്. അങ്ങനെ എൻ്റെ ബെഡുകൾക്ക് എന്താ പഴയത് സംഭവിക്കുന്നതെന്ന് അവിടെ വെച്ച് മനസ്സിലായി. ബെഡുകൾ കറുത്തു പോവുക, ഒരു പ്രാവശ്യം കൂണെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് കൂൺ വരാതാവുക, പിന്നെ കൂൺ വന്നു കഴിഞ്ഞിട്ട് അതിന് വാട്ടൽ പോലെ കാണുക. അതൊക്കെ എനിക്ക് അവിടെ വെച്ചുള്ള ആ ട്രെയിനിങ്ങിൽ നിന്നാണ് മനസ്സിലായി തുടങ്ങി. പിന്നെ ഞാൻ ആ 5 ബെഡ് ചെയ്തുകൊണ്ടിരുന്നിട്ട് 50 ബെഡ് ആക്കി തുടങ്ങി. വൈക്കോലിൽ തന്നെ 50 ബെഡ് ചെയ്തു. ആ 50 ബെഡ് പിന്നെ തൊട്ട് സക്സസ് ആയി. 50 നിന്ന് 100ലേക്ക് ചെയ്യാൻ അന്ന് എനിക്ക് സാഹചര്യം ഇല്ലായിരുന്നു. 100ലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അന്ന് ബെഡ് വലുതായിട്ട് കെട്ടി വെക്കാനുള്ള സൗകര്യങ്ങളും അതിനകത്ത് ചെയ്യാനുള്ള വിത്ത് മേടിക്കാനുള്ള അസൗകര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട്, വിത്ത് കിട്ടാനും എന്നൊക്കെ പാടായിരുന്നു. പിന്നെ ഈ KVKയുടെ കീഴിൽ തന്നെ കുറച്ച് വിത്തൊക്കെ അന്ന് ഉണ്ടാകുന്നുള്ളൂ. എനിക്കിപ്പം വിത്തും കൂടെ ഉണ്ടാക്കി ഉൽപ്പാദിപ്പിക്കാനുള്ള സ്ഥല സൗകര്യം കുറവായതുകൊണ്ടാണ് ഞാൻ വിത്ത് ഇപ്പോഴും മേടിക്കുകയാണ് ചെയ്യുന്നത്. KVKയുടെ വിത്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. വെളിയിൽ നിന്ന് വരുന്ന വിത്തൊന്നും അത്രയ്ക്കുള്ള സക്സസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. അങ്ങനെ KVKയുടെ വിത്ത് തന്നെ വീണ്ടും ഉപയോഗിച്ചു. ബെഡ് 50-ൽ നിന്ന് 50 ആക്കി. പിന്നെ വീടൊക്കെ ഇച്ചിരി കൂടെയൊക്കെ വൃത്തിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 50 എന്നുള്ള 100. എന്നിട്ട് ഞാൻ അന്ന് തൊട്ട് കൂൺ കൃഷി എന്ന് പറയുന്ന സാധനം മറ്റുള്ള കൃഷിയെ പോലെയല്ല, ഇതിനെ ഉപേക്ഷിക്കാതെ ഇതിൻ്റെ കൂടെ അങ്ങ് നടന്നു. എല്ലാ കാര്യങ്ങളുടെ ഇടയിലും കൂൺ കൃഷി ചെയ്യാറുണ്ടായിരുന്നു. അന്ന് 50 ബെഡായതിന് ശേഷം ആദ്യമേ തൊട്ട് പരിസരത്തും കൂട്ടുകാർക്കൊക്കെ വിറ്റ് തുടങ്ങി. ഒരു ദിവസം ഈ 500 രൂപയ്ക്ക് 300 രൂപയ്ക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 350 രൂപയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എൻ്റെ ആവശ്യത്തിനും കാണും 10-350 രൂപയ്ക്ക് വെളിയിൽ കൊടുക്കാനും ദിവസം ആയി തുടങ്ങി. അങ്ങനെ ഞാൻ പിന്നെ ചെറിയ രീതിയിൽ വീടിനോട് ചേർന്ന് ഒരു ചെറിയ ഷെഡൊക്കെ ഉണ്ടാക്കി അതിനകത്ത് 100 ബെഡാക്കിയിരുന്നു. ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം 11,000 രൂപ അന്ന് എനിക്ക് കിട്ടി. ആ 11,000 രൂപ കൊണ്ട് ഞാൻ കുറച്ചും കൂടെ ബെഡുകൾ വലുതാക്കി. പിന്നെ ഞാൻ മിക്ക ദിവസവും കൂൺ കൃഷിയുടെ കാര്യങ്ങളുമായിട്ട് ഈ സദാനന്ദപുരത്ത് KVKയിൽ സമീപിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഓരോ ദിവസവും ഓരോ പ്രാവശ്യം കൊടുക്കുന്ന ട്രെയിനിങ് എല്ലാം അറ്റൻഡ് ചെയ്യും. ഇന്ന് ഈ കഴിഞ്ഞ മാസം വരെ ആയപ്പോഴത്തേക്ക് ഞാൻ 24 ട്രെയിനിങ്ങിൽ പങ്കെടുത്തു. കൂൺ കൃഷിയുടെ മാത്രമല്ല, കൂൺ കൃഷിയുടെ തന്നെ ഒരു 10-17 ട്രെയിനിങ്ങിൽ പങ്കെടുത്തു. കൂൺ കൃഷിയുടെ ട്രെയിനിങ് എവിടെ കൊടുത്താലും ഞാൻ അറിയുമെങ്കിൽ ഞാൻ അപ്പോഴേ പോയിരിക്കും. ഞാൻ പോയി അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. എനിക്ക് വീണ്ടും നമുക്ക് അറിവാണല്ലോ കിട്ടുന്നത്. ഇപ്പം പെല്ലറ്റിൽ ഇറങ്ങിയപ്പോൾ ഞാനാണ് അങ്ങോട്ട് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇപ്പം കൊല്ലം ജില്ലയിൽ ഞാനൊരു 10-17 കൃഷി ഓഫീസിൽ ട്രെയിനിങ് കൊടുക്കാൻ പോകാറുണ്ട്. വിപണനം ഭയങ്കരമായ പ്രതിസന്ധിയായിരുന്നു. അന്നൊക്കെ ഈ മണ്ണിലുണ്ടാകുന്ന കൂണ് കൃഷി ചെയ്തെടുക്കുന്നതിന് അത് കൃഷി ചെയ്താൽ പറ്റുമോ, ഈ കുഞ്ഞിനെ കൃഷി ചെയ്തിട്ട് അത് സക്സസ് ആണോ, അത് ഉള്ളതാണോ, അതോ ചുമ്മാതായിരിക്കും എന്നൊക്കെ പറയും. ഞാൻ പല പ്രാവശ്യം പലരിടത്തും ഈ കൂണും കൊണ്ട് സമീപിക്കുമ്പം അവർ മേടിച്ച് നോക്കിയിട്ട് ഞങ്ങൾക്ക് വേണ്ട മണ്ണി വിരിയുന്ന കണക്കിനേക്കാളും വെള്ള കളറ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചു തരും. അതുപോലെ മേടിച്ച് വെച്ചിരുന്നിട്ട് അവർ വെളിയിൽ വെച്ചേക്കുമായിരുന്നു, ഫ്രിഡ്ജിലൊന്നും വെക്കാതെ. എനിക്കും അറിയില്ലായിരുന്നു വെളിയിൽ വെച്ചുകൂടാന്നൊന്നും അന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം വെളിയിൽ വെച്ചിരുന്നിട്ട് വെയിൽ തട്ടുമ്പോഴോ അല്ലാതൊക്കെ ആകുമ്പോൾ വാടി കഴിയുമ്പോൾ അവർ വീണ്ടും വന്ന് തിരക്കി വീട്ടിൽ വന്നിട്ട് പറയും ഇതേ ഞങ്ങൾക്ക് വേണ്ട, ഇതിൻ്റെ കളർ മാറിയിരിക്കുന്നതെന്ന് പറയും. അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട്. പക്ഷേ പച്ചക്കറി കടയിലൊക്കെ ഞാൻ ആ സമയത്തിലൊക്കെ ആശ്രയിച്ച് കൊണ്ടുവന്ന് വെക്കാറുണ്ടായിരുന്നു. പക്ഷെ മഷ്റൂമിന് ഒരു കാര്യമാണ്, തുടങ്ങിയ നാൾ തൊട്ട് ഇന്ന് ഈ ദിവസം വരെയും 200 ഗ്രാം 100 രൂപയാണ് വില. അന്ന് തുടങ്ങിയപ്പോഴും 100 രൂപയാണ് വില. അതിന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അപ്പോൾ പച്ചക്കറി കടയിൽ നമ്മൾ 80 രൂപയ്ക്ക് കൊണ്ട് കൊടുക്കണം. ആ 80 രൂപയ്ക്ക് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ 20 രൂപ അവർക്ക് ലാഭം വേണമല്ലോ. അത് 2 ദിവസം ഇരുന്ന് കഴിയുമ്പോൾ 3-ന്റെ അന്ന് നമ്മൾ അടുത്ത കടയിൽ നിന്ന് കഴിഞ്ഞിട്ട് ആദ്യം വെച്ച കടയിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർ പറയും ഞങ്ങൾ വീട്ടിലേതായിരിക്കുന്നതെന്ന് പറയും, പോയില്ല എന്ന് പറയും. അത് എടുത്തുകൊണ്ട് വന്ന് തിരിച്ച് വീണ്ടും വളവാക്കി കളയൊക്കെയായിരുന്നു പണി. അങ്ങനെ മഷ്റൂം ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട്. പിന്നെ വൈക്കോല് കിട്ടാനും ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഞാൻ തമിഴ്നാട് വരെ പോയി വൈക്കോല് എടുത്തുകൊണ്ട് വരുമായിരുന്നു, എന്നിട്ടും ശരിയാവത്തില്ലായിരുന്നു. എവിടെല്ലാം വൈക്കോല് കിട്ടും അവിടെല്ലാം പോയി എടുത്തുകൊണ്ട് വരും. പിന്നെ ഒരു പ്രാവശ്യം ഈ നമ്മുടെ വാഴയിലയിൽ 1-2 വട്ടം ചെയ്ത് നോക്കി, അത് സക്സസ് ആയായിരുന്നു. ഈ വൈക്കോല് ചെയ്യുന്ന അതേ മെത്തേഡ് വെച്ച് വാഴയില, പക്ഷെ വാഴയിലിൽ നിന്നും കിട്ടുന്നത് നമുക്ക് വാണിജ്യ അടിസ്ഥാനത്തിൽ പറ്റത്തില്ല, നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ പറ്റത്തുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ അതിൽ ഒറ്റ പ്രാവശ്യം വിരിയത്തോളം അതിൻ്റെ ഈ മൈസീലിയം എന്ന് പറയുന്നത് ഈ വിത്തിനകത്തുണ്ടാകുന്ന ഈ വെള്ള കളർ ഇരിക്കുന്നതാണ് മൈസീലിയം എന്ന് പറയുന്ന സാധനം. ഇത് പടരണമെങ്കിൽ ഇതിനൊരു വളം വേണം.
വളം ഉണ്ടെങ്കിൽ ഇത് പടർന്നു കയറത്തുള്ളൂ. ഇപ്പം ഈ പെല്ലറ്റിനകത്ത് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അർക്കപ്പൊടി ആണ്, റബ്ബറിൻ്റെ അർക്കപ്പൊടി. ഈ റബ്ബറിൻ്റെ അർക്കപ്പൊടിക്കകത്തൊരു വളമുണ്ട്. ഇത് അതിനെ തിന്ന് അതിൽ നിന്ന് ഇത് ജീവനുള്ളൊരു ഇതാണ്, അത് വളർന്നു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ മെത്തേഡിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഫുള്ള് വെള്ള കളർ ആകുമ്പോഴത്തേക്കും അതിന് വളർച്ച പൂർത്തീകരിച്ചു. അപ്പം നമ്മൾ കീറി വിട്ടുകൊടുത്തിട്ട് വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് പിന്നെ 5 ദിവസം കൊണ്ട് മൊട്ട് വന്നു തുടങ്ങും. പിന്നെ അവർ മൊട്ട് ഉൽപ്പാദിപ്പിച്ച് തുടങ്ങുകയാണ് ചെയ്യുന്നത്.